ഈ ഫ്രാഞ്ചൈസി പെർസോണ എന്ന് പറയും. ഈ ഫ്രാഞ്ചൈസിയുടെ പെർസോണ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഇവാലുവേഷനാ ക്രൂഷ്യൽ ഫോർ ഫ്രാഞ്ചൈസി ഗിവിങ്. ഇപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുമ്പോഴും ഇതേപോലെ ഫ്രാഞ്ചൈസർ പെർസോണ നമ്മൾ നോക്കണം. ഈ ഫ്രാഞ്ചൈസർ എങ്ങനത്തെ ആളാ, ഈ ബിസിനസ്സിൽ പാഷൻ ഉണ്ടോ ഇല്ലയോ, ഓടിപ്പോവോ അടച്ചു പോവോ, ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാതെ ബ്രാൻഡ് മാത്രം പുള്ളി എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഫ്രാഞ്ചൈസി കാലത്ത് കടയിൽ പോകണം, അടയ്ക്കുമ്പം നിൽക്കണം. ഞാൻ മുതലാളിയായി അവിടെ 2 പേരെ ഇട്ടിട്ടുണ്ട്, അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ആ ബിസിനസ് കയറത്തില്ല. പിന്നെ അത്രയ്ക്ക് സെറ്റപ്പുള്ള ക്യാമറ ആയിട്ട്, വോയിസ് ക്യാമറ ആയിട്ട്, പിന്നെ എല്ലാം കൂടെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇറ്റ് വിൽ ബിക്കം എ സക്സസ്ഫുൾ തിങ്. അതെ, തീർച്ചയായിട്ടും ജീവനക്കാർ പോകും. പിന്നെ ഇയാൾ മാത്രമേ ഉള്ളൂ കടലിൽ, അത് വർക്കൗട്ട് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് 6 months മിനിമം കയ്യിൽ വേണം. അപ്പം ആ ബ്രാൻഡ് പിടിച്ച് നിൽക്കാനും നല്ല ബ്രാൻഡ്സ് ഉണ്ട്, വലിയ വലിയ ബ്രാൻഡ്സ്. ഇപ്പോൾ വാനുസേൻ ഓർ ബിഗ് ബ്രാൻഡ്സ്, അവരൊക്കെ പൈസ ഇല്ലാതെ ആൾക്കാർക്ക് കൊടുക്കത്തുമില്ല. അത് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റായിട്ട്. ഒരു ഫ്രാഞ്ചൈസി എടുത്ത് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേര് നമുക്കിടയിലുണ്ട്. അത് പ്രവാസികളാവാം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സ്വയം ഒരു ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന, ഫ്രാഞ്ചൈസി മോഡൽ ഒരു എടുത്തിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ. ഇത്തരം സംരംഭകരുടെ ഉള്ളിൽ തോന്നുന്ന ഒട്ടേറെ സംശയങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ ഫ്രാഞ്ചൈസിങ് രംഗത്ത് 35 വർഷത്തെ പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തുമുള്ള ഡോക്ടർ ചാക്കോച്ചൻ മത്തായിയോട് നമുക്ക് ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലൊക്കെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ എളുപ്പം നോക്കുന്നത് നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയൊക്കെ എടുത്തിട്ട് തുടങ്ങാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരക്കാരെങ്ങനെയാണ് ഒരു ഫ്രാഞ്ചൈസി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ സ്വന്തം താല്പര്യം നോക്കണോ? എന്താണ് അവർ ചെയ്യേണ്ടത്? ഇപ്പം ജനറലായിട്ട് നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സക്സസ്ഫുൾ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടനെ പറയും ഇത് ഭയങ്കര സക്സസ് ആണ്, നമുക്ക് തുടങ്ങണമെന്ന് പറയും. പക്ഷേ ഇത് സസ്റ്റൈനബിൾ ആണെന്നോ, സുസ്ഥിരമായിട്ട് വളരുമോ എന്നുള്ള ഇത് തിങ്ക് ചെയ്യത്തില്ല. അവനെടുത്തു, ഞാൻ എടുക്കും. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അകത്തൊരു എപ്പോഴും ഒരു ആഗ്രഹം കാണും. ഫോർ എക്സാമ്പിൾ, കൊച്ചുനാൾ തൊട്ട്, ഇത് എൻ്റെ വേ ഓഫ് സേയിങ് കേട്ടോ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ പലരും തോറ്റുപോയിട്ടുണ്ട് എടുത്ത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷെ അപ്പം അതാണ് പറയേണ്ടത്, ആൾക്കാർ തോറ്റു പോകരുത് നമുക്ക്, അതുകൊണ്ടാണ്. അപ്പം എപ്പോഴും ഞാൻ പറയുന്നത് കൊച്ചുനാൾ തൊട്ട് ചില ആഗ്രഹങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നല്ല ക്രിക്കറ്റർ ആവണമെന്ന് വിചാരിച്ചു. എനിക്ക് സ്പോർട്സിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ പോയി ഫുഡ് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ആഗ്രഹം സ്പോർട്സും കാര്യങ്ങളും, ആഗ്രഹം സ്പോർട്സാണ്. പക്ഷേ ഫുഡ് നന്നായിട്ട് ഓടുന്നു, എല്ലാവരും റെസ്റ്റോറൻ്റ് നടത്തുന്നു. ഇന്ന എൻ്റെ ഫ്രണ്ട് അടിപൊളിയാ, പക്ഷെ അവൻ്റെ അകത്ത് ഏതാണ്ട് എപ്പോഴും സ്പോർട്സാണ്. ഞാൻ പറയും നീ സ്പോർട്സ് എടുക്ക്. നീ സ്പോർട്സ് എടുത്താൽ ഹൃദയം ഉണ്ടാവും, ഇല്ലെങ്കിൽ കാശുണ്ടാവും. പക്ഷെ കാശ് കൊണ്ട് കുറച്ച് കാലം കഴിയുമ്പം അകത്തെന്തോ ഇത് ബോറടിക്കുന്നു, ഞാൻ വിടാം എന്ന് പറയും. അപ്പൊ ആദ്യം തന്നെ സ്വന്തം താല്പര്യം അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയാകണം തിരഞ്ഞെടുക്കണം. ഇക്കിഗൈ എന്ന് പറഞ്ഞ ഒരു ഇത് വായിച്ചു കാണും, ഒരു ബുക്ക് വായിച്ചു കാണും. ഈ ഇക്കിഗൈയിൽ പറയുന്നത് എന്ന് വെച്ചാൽ അകത്തുള്ള ഒരു റിയൽ ഒരു നീഡ്, ഫെൽറ്റ് നീഡ്, ആ നീഡിനെ സാറ്റിസ്ഫൈ. ഇപ്പം ജിനെ ചോദിക്കാം, 35 years ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത IT മേഖലയിൽ, ഞാൻ NIT, ആപ്ടെക്, SSI, CAT സെൻറ്ററിൽ വർക്ക് ചെയ്ത ഒരാളാണ്. IT മേഖലയിൽ അന്ന് എല്ലാവരും IT ഡൗൺ ആയപ്പോൾ എല്ലാവരും ഓടിപ്പോയി, എൻ്റെ ഫീൽഡ് വിട്ടു. പക്ഷെ എല്ലാവരും പറയും നീ എന്തിനാ ഈ ഫീൽഡിൽ നിൽക്കുന്നതെന്ന്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ ഫ്രാഞ്ചൈസി.
നമ്മൾ ക്ഷീണിക്കില്ല. ഞാൻ ക്ഷീണിക്കില്ല, ഞാൻ എക്സൈറ്റഡാ. എന്തായാലും ജീന 10 വട്ടം വിളിച്ചാലും ഞാൻ വരും. ബിക്കോസ് ഫ്രാഞ്ചൈസ് സംസാരിക്കാൻ അത്രയ്ക്ക് എനിക്ക് ആഗ്രഹം. ബിക്കോസ് ആരെയും ജയിപ്പിക്കണം, തോക്കരുത് എന്നുള്ള എനിക്കൊരു ചിന്ത അകത്തുണ്ട്. ബിക്കോസ് ഞാനൊരു കൗൺസിലറും കൂടെ, ഐ എം എ സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി ലൈഫ് എഡ്യൂക്കേറ്റർ. അപ്പോൾ ഞങ്ങൾ സൈക്കോളജി പഠിക്കുമ്പം നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അകത്തുള്ള ആ പർപ്പസ്, ഒരാളുടെ പേർപ്പസ് ഓഫ് കമ്മിങ് ടു ദിസ് വേൾഡ്, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ സക്സസ് ആവും. അപ്പം സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള, സ്പോർട്സിൽ ഇന്ന് എന്തൊക്കെ ചെയ്യാം. IPL ഫ്രാഞ്ചൈസ്ഡ്. പണ്ട് എനിക്കറിയാം, ജിന കോക്കോ കളിച്ചിട്ടുണ്ടോ? കോക്കോ കളിച്ചിട്ടില്ല. കോക്കോ എന്ന് പറഞ്ഞ ഒരു ഗെയിം, അന്ന് ഞാൻ കോക്കോ നാഷണൽ പ്ലെയർ ആയിരുന്നു. ഇന്നത് ഫ്രാഞ്ചൈസ് അത് ഫ്രാഞ്ചൈസി ചെയ്തത് വലിയ ലെവലില്, ഇത് വേൾഡ് ലെവലിൽ അത് ഭയങ്കര പണമായി ഗെയിമായി. കോക്കോ has become 7 minutes, 14 minutes, it's out, over. One innings is over. അത് ഇപ്പം ഫ്രാഞ്ചൈസി ആയി പല സ്റ്റേറ്റ്. അപ്പം ക്രിക്കറ്റ് ഫ്രാഞ്ചൈസ് ചെയ്തു, ഫുട്ബോൾ ചെയ്തു, ഷട്ടിൽ, right? Any sports is becoming franchised and today it's a big business. അത് ഒരു വലിയ ലെവൽ ഇൻവെസ്റ്റർക്കൊക്കെ പറ്റുന്ന പോലെ. പക്ഷേ ലോക്കലിലും ഫുട്ബോളൊക്കെ തുടങ്ങി, ലോക്കലില് ക്ലബ്സ് തുടങ്ങി, അത് ഫ്രാഞ്ചൈസ് ചെയ്യാൻ തുടങ്ങി. സോ ഒരു സ്പോർട്സുകാരനാണെങ്കിൽ അതിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം, അവൻ ലൈഫ് പോലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ അവൻ പോയി നേരെ ഫുഡിലോ അല്ലെങ്കിൽ റീറ്റെയിലോ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞ, പക്ഷെ അവൻ്റെ അകത്തോട്ട് അവൻ വീണ്ടും സ്പോർട്സിൽ കയറും, എവിടെയെങ്കിലും പോയി സ്പോർട്സിൽ കയറാൻ നോക്കും. സോ ഞാനെപ്പോഴും എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് 35 ഇയേഴ്സിൽ ഇപ്പം ഞാനിപ്പം ഒരു സ്പീക്കറും ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് എനിത്തിങ് ടു ഡൂ വിത്ത് സ്പീക്കിംഗ്, ടീച്ചിങ്, ഇത് എടുക്കുവാണെങ്കിൽ ഞാൻ സസ്റ്റെയിൻ. പക്ഷെ പൈസ കിട്ടുമെന്ന് ചോദിച്ചാൽ ചിലപ്പം പൈസ കിട്ടൂല. പക്ഷെ അത് പാഷനാണ്, അത് വിടത്തില്ല. സോ ബട്ട് അതിനെ ബിസിനസ് ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യും? ഇപ്പം ചോദിച്ചില്ലേ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഫുഡ് എടുക്കാം, അല്ലെങ്കിൽ സലൂൺ എടുക്കാം, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡ് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ടോപ്പ് 10 ബ്രാൻഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ മിക്കവാറും 1, 2 and 3 പോയി കാണും നമ്മുടെ കയ്യിൽ നിന്ന്. ഭയങ്കര ഫീസൊക്കെ അതായിരിക്കും, അതൊക്കെ പോയി കാണും. അപ്പോൾ അതിൽ 4th ബ്രാൻഡായിട്ട് 10th ബ്രാൻഡായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 10th ബ്രാൻഡ് നമ്മൾ സിറ്റിയിൽ കൊണ്ടുപോകാമെങ്കിൽ വിജയിക്കത്തില്ല. ബിക്കോസ് ഓൾറെഡി പീപ്പിൾ എടുത്തു കഴിഞ്ഞു. സോ അപ്പോൾ നമ്മൾ ആ മേഖലയിൽ പോകരുത്, ഇല്ലെങ്കിൽ പൈസ പോകും. നമ്മൾ എന്ത് എടുത്താലും ടോപ്പ് ഈ ഓപ്ഷൻ കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ, അങ്ങനെ ഒരു മേഖലയെ തന്നെ കെടുക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ ആ മേഖലയില് ആദ്യത്തെ 10 പേരെടുത്തു, ആ 10ഉം നമ്മുടെ ടൗണിലോട്ട് വന്നു കഴിഞ്ഞാൽ നടക്കരുത്. 10ഉം ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു 3ഓ 4ഓ. പക്ഷെ കാറ്റഗറി മാറി വരും ചിലപ്പോൾ. അപ്പൊ നമുക്ക് നോക്കാം, ഈ കാറ്റഗറി വിമൻ കാറ്റഗറിയിൽ ആരുമില്ല, അപ്പൊ ഞാൻ കൊണ്ടുവരാം, ഞാനായിരിക്കും ഫസ്റ്റ്. അത് ശരി, ആദ്യം വരുന്ന ഒരു ആളുടെ ഫസ്റ്റ് മൂവർ ആവുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് വേറെ. അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഇന്നോവേഷൻ വരുന്നു, നമ്മൾ EV കാർ വന്നപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്ന് പലരും ഒരു EV കാറിന്റെ ഷോറൂം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ EV കാറെല്ലാം ക്വയറ്റായി. അപ്പൊ ഫസ്റ്റ് ഇട്ട ഒരാൾക്കാർക്ക് പൈസ വാരി കാണും. ഇപ്പോൾ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോർമൽ. അപ്പോൾ ആ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ ഒന്ന് തിങ്ക് ചെയ്യണം. പിന്നെ ഏത് ബ്രാൻഡ് എടുക്കണം നമ്മൾ? ഈ ടോപ്പ് 3 ബ്രാൻഡ്സ് അല്ലെങ്കിൽ 5 ബ്രാൻഡ്സിന്റെ അകത്ത് കളിക്കാൻ ഭയങ്കര ഫീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ഉണ്ടാക്കണം. അല്ലാണ്ട് ഇപ്പൊ പുതിയ ആൾക്കാർ ചിലപ്പോ കുറച്ച് ഫീസ് കുറവായിരിക്കും. അപ്പൊ അത് എടുക്കുന്നത് ശരിയാണോ? എടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇൻവോൾവ്മെന്റ് നമ്മൾ അത്രയ്ക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം. ഒരു ബ്രാൻഡിന്റെ അട്രാക്ഷൻ കസ്റ്റമർ ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുവരും. ഞാനൊരു ചെറിയ ബ്രാൻഡിന്റെ അധികം അറിയപ്പെടാത്ത ഒരു ബ്രാൻഡ് എടുത്തെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും.
അതാ ഈ ഫ്രാഞ്ചൈസിങ്ങിൻ്റെ ഫീസിൻ്റെ ഡിഫറൻസും പ്ലസ് ബ്രാൻഡ് എടുക്കുമ്പോൾ വർക്ക് ചെയ്യേണ്ട ഡിഫറൻസും. അപ്പൊ നമ്മളിത് നോക്കണം, നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ സപ്പോർട്ട്, മെയിനായിട്ട് ഇവരുടെ സപ്പോർട്ട് എന്താണെന്ന് നോക്കണം. അവരെന്ത് സപ്പോർട്ട് തരും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ ഫ്രാഞ്ചൈസി സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, പൊതുവെ ചിലർ പറയും മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കാം എന്ന് പറയത്തേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇത് കിട്ടണമല്ലോ, നമുക്ക് കിട്ടണം. നമ്മൾ വല്ല നാട്ടിൽ നിന്ന് വന്ന് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എക്സിസ്റ്റിംഗ് ഫ്രാഞ്ചൈസിയുടെ അടുത്ത് ചോദിക്കണം ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ഈ പറയുന്നതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണം. മറ്റു ടൗണുകളിൽ പോയിട്ട് നോക്കണം. അതൊക്കെ സ്പെൻഡ് ചെയ്യണം. നമ്മള് കല്യാണത്തിന് മുമ്പ് നമ്മള് സ്വന്തക്കാരും ബന്ധക്കാരും ഈ ചുറ്റുകാരും അതുപോലെ തന്നെ ഇതും. പക്ഷെ ഇതൊന്നും ആരും ചെയ്യത്തില്ല. ഉടനെ കൊണ്ടുപോയി എനിക്ക് പോയാലോ, അപ്പൊ മാനേജർ പറയും ഇഫ് യു ഡോണ്ട് പേ ദ മണി ടുഡേ വി ആർ ഹാവിംഗ് 3 people വെയിറ്റിംഗ്. ഇതൊക്കെ കളത്തരാ. അവരെ പ്രഷർ ചെയ്ത് എങ്ങനെയെങ്കിലും പൈസ മേടിക്കാനുള്ള ഒരു ടെക്നിക്കാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇല്ല, സംരംഭകർക്ക് നല്ല പോട്ടെ എന്ന് വിചാരിക്കണം. ഡിമാൻഡ് ആണെങ്കിൽ പോട്ടെ, നമുക്കത് എഴുതി വെച്ചിട്ട് നമ്മള് ഹാർഡ് ഏൺഡ് മണിയാണ്. അത് നമ്മൾ തിങ്ക് ചെയ്യണം. പോയി കഴിഞ്ഞാൽ ഇത് പ്രഷർ ടാക്ടിക്സ് അവർ ചെയ്യും. നല്ല ബ്രാൻഡ്സ് ചെയ്യത്തില്ല. വാക്ക് ഞാൻ ചെയ്ത എല്ലാ ബ്രാൻഡും വാക്കായിട്ട് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇന്നും ഒരു മാർക്കറ്റിൽ ഒരു പേരുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഡോക്ടർ ഒരു ഫോൺ കോൾ മലപ്പുറം എന്നെ വിളിച്ചു. സാറിൻ്റെ നമ്പർ ലിങ്ക്ഡിനിൽ ഞാൻ എടുത്തു. സാറിനെ ഞാൻ വിളിച്ചു. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ ആൾക്കാരെ ട്രൈ ചെയ്ത് നോക്കി, ആരും ഈ സ്ഥലം തരുന്നില്ല. അപ്പോൾ ഞാൻ സാറിൻ്റെ ചില പോസ്റ്റ് കണ്ടിട്ട് സാറിന് ഞാൻ ഡയറക്റ്റായിട്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പം ഇത് വേറൊരു ഫ്രാഞ്ചൈസിക്ക് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്ന സ്ഥലമാണ്. അതെല്ലാം ഇതൊക്കെ സെറ്റപ്പാണ്. അപ്പം ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടി വരുമ്പോൾ നമ്മൾ കൊടുക്കാതെ ഇനി 6 മാസം കഴിഞ്ഞ് വരാതിരിക്കുന്ന ആൾക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, സാറേ ഇഫ് യു ക്യാൻ ട്രാൻസ്ഫർ ദ മണി ടുഡേ ഇറ്റ് വിൽ ബി ഫോർ യു എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഈ ന്യൂസ് വെളിയിലെത്തിയപ്പോൾ പറയുക അത് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ്. ഞാൻ പറഞ്ഞു പൈസ വന്നു. അത് ബ്ലോക്കല്ലേ ഇവിടെ. ബിക്കോസ് അത് ശേഷം ആ ഫ്രാഞ്ചൈസി 2 സ്റ്റോർ എടുത്തു. ബിക്കോസ് ഓഫ് ദ ഈസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, ഫിനാൻഷ്യലി സൗണ്ട്, ഒരു നല്ല ഒരു പ്രൊഫൈൽ. ഞാൻ അതാ നോക്കിയത്, പൈസയല്ല നോക്കിയത്, പ്രൊഫൈൽ നോക്കി. ഏത് എൻ്റെ ബ്രാൻഡ് കൊണ്ട് നടക്കാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഇവാലുവേഷൻ നോക്കിയപ്പം ദിസ് ഡോക്ടർ ഹാഡ് ദാറ്റ് ബിക്കോസ് ഹി വാസ് എ സ്കിൻ ഓർ സംതിങ് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റി. സോ ഇങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്യണം. ഇത് പൈസയല്ല. ഈ ഫ്രാഞ്ചൈസി പെർസോണ എന്ന് പറയും. ഈ ഫ്രാഞ്ചൈസിയുടെ പെർസോണ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഇവാലുവേഷനാ ക്രൂഷ്യൽ ഫോർ ഫ്രാഞ്ചൈസി ഗിവിങ്. ഇപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുമ്പോഴും ഇതേപോലെ ഫ്രാഞ്ചൈസർ പെർസോണ നമ്മൾ നോക്കണം. ഈ ഫ്രാഞ്ചൈസർ എങ്ങനത്തെ ആളാ, ഈ ബിസിനസ്സിൽ പാഷൻ ഉണ്ടോ ഇല്ലയോ, ഓടിപ്പോവോ അടച്ചു പോവോ, ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഹാർഡ് ഏൺ മണി, വിജയനെ പറഞ്ഞ പോലെ ഒരു ഹാർഡ് ഏൺ മണിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം എന്ത് ഇവാലുവേഷൻ ചെയ്യണോ അതെല്ലാം നമ്മളും ചെയ്യണം ബ്രാൻഡിനെ പറ്റി. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ ഫ്രാഞ്ചൈസി ഫീസ് അത് കാണുമ്പോൾ ഇത്രയും മതി, ഇത്രയും കൊടുത്ത് എനിക്ക് നിക്ഷേപിക്കാം, എൻ്റെ ബിസിനസ് തുടങ്ങാം എന്ന് ചിന്തിക്കാറുണ്ട്. ആ ഫ്രാഞ്ചൈസി ഫീസ് മാത്രം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഈ നിക്ഷേപകൻ്റെ കയ്യിലുണ്ടാകുന്നത്. അപ്പോൾ ഒരു നിക്ഷേപകൻ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ പോകുമ്പോൾ അവൻ എത്രമാത്രം പ്രവർത്തന മൂലധനം കയ്യിൽ കരുതണം? ഒരു ഫ്രാഞ്ചൈസി ഫീസ് പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്ലസ് 6 months വർക്കിംഗ് ക്യാപിറ്റൽ വേണം. മിനിമം 6 months വർക്കിംഗ് ക്യാപിറ്റൽ. ചിലർ 3 months പറയും. 3 months നല്ല ബ്രാൻഡ് ആണെങ്കിൽ 3 months ആണെങ്കിൽ പെട്ടെന്ന് കയറി വരും. അപ്പം
they'll be able to serve. But minimum 6 months rental and salary കൊടുക്കാനുള്ള ആൾക്കാർ പൈസ കൊടുത്തില്ല, അവൻ പോവും. അതെ, തീർച്ചയായിട്ടും ജീവനക്കാർ പോവും. പിന്നെ ഇയാൾ മാത്രമേ ഉള്ളൂ കടലിൽ. അത് വർക്കൗട്ട് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് 6 months മിനിമം കയ്യിൽ വേണം. അപ്പം ആ ബ്രാൻഡ് പിടിച്ച് നിൽക്കാനും നല്ല ബ്രാൻഡ്സ് ഉണ്ട്, വലിയ വലിയ ബ്രാൻഡ്സ്. ഇപ്പോൾ വാനുസേൻ ഓർ ബിഗ് ബ്രാൻഡ്സ്, അവരൊക്കെ പൈസ ഇല്ലാതെ ആൾക്കാർക്ക് കൊടുക്കത്തുമില്ല. അത് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഒരു വലിച്ച് പിഴിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കത്തില്ല. അത് പ്രൊഫൈലിംഗ് നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. ഈ നിക്ഷേപത്തിന്മേലുള്ള നേട്ടം, അതായത് സംരംഭകൻ, അതായത് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആള് നടത്തുന്ന നിക്ഷേപത്തിന്മേലുള്ള നേട്ടത്തെക്കുറിച്ച്, അതായത് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ, അപ്പോൾ ഈ ഫ്രാഞ്ചൈസി ഉടമ, അതായത് ഫ്രാഞ്ചൈസർ പറയുമല്ലോ ഇത്ര കാലത്തിനുള്ളിൽ നിങ്ങൾ നിക്ഷേപിച്ച കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉറപ്പോ, എന്താണ് നമ്മൾക്കത് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കാലയളവ്, എത്ര കാലയളവൊക്കെയാണ് പൊതുവെ? ജനറലി എപ്പോഴും പറയുന്നത് 5 വർഷം അഗ്രിമെന്റ്, മിക്കവാറും 5 വർഷത്തിന്റെ അഗ്രിമെന്റ്. അതിൻ്റെ ഇടയ്ക്ക് 2 yearsനകം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തരുമെന്ന് പറയും. ചിലപ്പം 1 year കിട്ടും. ചില സ്ഥലത്ത് ഭാഗ്യം, അവർക്ക് ഭാഗ്യം, അവർ ഹാർഡ് വർക്കും ചെയ്യും. ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാതെ ബ്രാൻഡ് മാത്രം പുള്ളി എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഫ്രാഞ്ചൈസി കാലത്ത് കടയിൽ പോകണം, അടയ്ക്കുമ്പം നിൽക്കണം. ഞാൻ മുതലാളിയായി അവിടെ 2 പേര് ഇട്ടിട്ടുണ്ട്, അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ആ ബിസിനസ് കയറത്തില്ല. പിന്നെ അത്രയ്ക്ക് സെറ്റപ്പുള്ള ക്യാമറ ആയിട്ട്, വോയിസ് ക്യാമറ ആയിട്ട്, പിന്നെ എല്ലാം കൂടെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇറ്റ് വിൽ ബിക്കം എ സക്സസ്ഫുൾ തിങ്. അപ്പോൾ നമ്മളൊരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് അതിനൊരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് ഞാൻ അത് അഗ്രി ചെയ്യത്തില്ല. എന്താണെന്നറിയോ, ഇറ്റ് ഈസ് എ ഫുൾ ടൈം ബിസിനസ്. ബ്രാൻഡ് മാത്രമേ ഫ്രാഞ്ചൈസി തരുന്നുള്ളൂ. അവിടുത്തെ ഓടിക്കേണ്ട നമ്മുടെ കടമയാണ്. അപ്പം അത് ഞാൻ തന്നെ തുടങ്ങുന്ന ഒരു ബിസിനസ് എത്ര എഫേർട്ട് ഇടുന്നോ അത്രയും എഫേർട്ട് ഞാൻ ഇടണം. ബ്രാൻഡ് ആയതുകൊണ്ട് കസ്റ്റമർ വാക്കിൻ ഒരു മിനിമം. ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ബ്രാൻഡ് ആണെങ്കിൽ വലിച്ചു കയറ്റി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഫസ്റ്റ് ഡേ ഓപ്പണിങ്ങിന് തന്നെ കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് ഈ ബ്രാൻഡ് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ മേടിക്കാൻ പോകും. പക്ഷേ അത് ചെയ്യണമെങ്കിൽ he or she has to put his effort to run the brand. ഇല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും പൈസ. ട്രെയിനിങ്, അവർക്ക് ആൾക്കാർക്ക് വേണ്ടിയ ട്രെയിനിങ്, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ പരിശീലനം, അതായത് ഈ പലർക്കും ഈ പറഞ്ഞല്ലോ ഈ നിക്ഷേപം നടത്തുന്നവർക്ക് ഈ മേഖലയെ ചിലപ്പോൾ ഒരു പാഷൻ ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ ഓരോ ഉള്ളി കടന്നുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഈ ജീവനക്കാരെങ്ങനെ പറയണം, ഇതെങ്ങനെ എടുത്ത് ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ്ങിന് ഈ ഫ്രാഞ്ചൈസറുടെ അടുത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ഫ്രാഞ്ചൈസർ വന്ന് പ്രോഡക്റ്റ് ട്രെയിനിങ് കൊടുക്കും. ചിലപ്പോൾ ഈ പ്രോഡക്ട്സ് വിൽക്കുന്നതിൻ്റെ ട്രെയിനിങ് എങ്ങനെ വിൽക്കണം. പിന്നെ പ്രോഡക്റ്റ് ട്രെയിനിങ്, പ്രോഡക്റ്റ് തന്നെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ കസ്റ്റമർ സർവീസ്, പിന്നെ എൻക്വയറി ഹാൻഡ്ലിങ്, ഷോപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മാനേജർ ട്രെയിനിങ്, കൗൺസിലേഴ്സ് ട്രെയിനിങ്, അങ്ങനെ പല പല മേഖലയിലുള്ള ട്രെയിനിങ്. ഈ ഏത് കമ്പനി ട്രെയിനിങ് നന്നായിട്ട് ചെയ്യുന്നു ആ കമ്പനി നല്ലോണം വളരും, ഫ്രാഞ്ചൈസി നല്ലോണം വളരും. അപ്പോൾ അതൊരു തമ്പ്രൂളാണല്ലേ. ട്രെയിനിങ് ചോദിക്കണം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ, വാട്ട് ഈസ് യുവർ ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ്, ഹൗ ആർ യു, എന്തൊക്കെ ട്രെയിനിങ് വർഷത്തിൽ കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നതുകൊണ്ടാണ് പലരും ഇപ്പം പറഞ്ഞ പോലെ ആരെങ്കിലും അർജൻസിയൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ എടുത്തില്ലെങ്കിൽ ആ ലൊക്കേഷൻ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ ഓടി പിടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നിക്ഷേപം നടത്തുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ, അതിൻ്റെ ഒരു തമ്പ്രൂള് പറയുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് ഈ ഇദ്ദേഹത്തോട്, തരുന്ന ആളോട് ചോദിക്കേണ്ടത്? സപ്പോർട്ട്, പിന്നെ ട്രെയിനിങ്, പിന്നെ എൻ്റെ PNL അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യും. എൻ്റെ PNL അത് അവരുടെ PNL ആയി മാറണം. ഒരു ഫ്രാഞ്ചൈസിയുടെ PNL ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അവരുടെ PNL നോക്കും. ഈ ഫ്രാഞ്ചൈസിയുടെ നോക്കിയിട്ട് പറയും ഇവിടെ തെറ്റ് നടക്കുന്നുണ്ട്, ഇവിടെ
കോസ്റ്റ് ഓഫ് പീപ്പിൾ അധികമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയ്ക്കേണ്ടി വരും. പിന്നെ പ്രോഡക്ട്സ് മിക്സ് മാച്ച് ചെയ്യുന്നില്ല, ഹൈ വാല്യൂ പ്രോഡക്റ്റ് വിൽക്കുന്നില്ല നിങ്ങളുടെ ആൾക്കാർ എന്ന് പറയും. ബിക്കോസ് അവർക്ക് വിൽക്കാൻ അപ്പം ട്രെയിനിങ്ങിൽ വീക്കായിരിക്കും. അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസി ട്രെയിനിങ്ങിന് അയക്കാത്ത ഫ്രാഞ്ചൈസി ആയിരിക്കും മിക്കവാറും. ഓ എന്തിനാ സാറേ ഈ ട്രെയിനിങ്, നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴേ അവരങ്ങ് ഓടിപ്പോത്തില്ലേ, പിന്നെ എന്തിനാ നമുക്ക്. സോ ദിസ് ഇസ് ദ മെന്റാലിറ്റി ഓഫ് ദ ഫ്രാഞ്ചൈസി. ശരിയാണ്. നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത ഈ ജീവനക്കാരെ നാളെ വേറെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുത്തിയാൽ മതി. അത് ഇറ്റ്സ് എ ബാഡ് തിങ്കിങ്. നല്ല ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ്, ചില എല്ലായിടത്തും ഇൻസെൻറ്റീവ്സ് കാണും. ഇത് അവർ ഇവിടെ തന്നെ മേക്ക് ചെയ്യുക. നല്ലൊരു ഫ്രാഞ്ചൈസി ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ വിട്ടു പോകുന്നത്? എൻ്റെ വീട്ടിനടുത്തുള്ള കടയിൽ എനിക്കൊരു ജോലി കിട്ടി, ഞാൻ എന്തിനാ വിട്ടു പോകുന്നത്? ഒരു ഗ്രോത്ത്, ഒരു മിനിമം സാലറി, എനിക്കൊരു മാന്യമായ സാലറി കിട്ടുവാണെങ്കിൽ ഞാൻ വിട്ടു പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഗ്രോ ചെയ്യാനുള്ള മാർഗം നോക്കും. അതിനുള്ള അതില്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിൽക്കും. അപ്പൊ നമ്മുടെ ഫ്രാഞ്ചൈസി എല്ലാം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അവനെ ട്രെയിൻ ചെയ്താൽ അവനങ്ങ് പോകും, പിന്നെ ഞാൻ ഒരാളെ വിളിക്കണ്ടേ സാറേ എന്ന് പറയും. അപ്പോൾ അതിന് കോസ്റ്റ് കൂടുമല്ലോ. അതല്ല ചെയ്യേണ്ടത്. ഫ്രാഞ്ചൈസാർ വിളിക്കുമ്പം ഫ്രാഞ്ചൈസി ട്രെയിനിങ്ങിന് അയക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി അവിടെ ഇരിക്കണം, പഠിക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതൊക്കെയാ ഫ്രാഞ്ചൈസി സിസ്റ്റത്തിൽ വരുന്ന ഒരു കാര്യം. ഇപ്പൊ ഒരു ഫ്രാഞ്ചൈസർ അവർക്കൊരു സെറ്റ് ഓഫ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ വിപണിയിലെ അത് ഹിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇന്നോവേഷനും കുറച്ചൊരു നമ്മളുടേതായ വിധത്തിലൊരു ഇംപ്രവൈസേഷനൊക്കെ വേണ്ടി വരും. അപ്പൊ അത് നടത്താൻ പറ്റുമോ? അത്ര വളരെ SOP സ്ട്രോങ് ആയിരിക്കുന്ന കമ്പനീസ് അലവ് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് SOP സ്ട്രോങ് ആയിരിക്കാം. നമ്മുടെ SOP നോർത്ത് ഇന്ത്യൻ SOP അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പോലെ സൗത്ത് ഇന്ത്യയിൽ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന പോലെ നോർത്ത് ഇന്ത്യയിൽ നടക്കത്തില്ല. അവിടുത്തെ കളറ്, അവിടുത്തെ കോസ്റ്റ്യൂമിൻ്റെ ഡിഫറൻസ്. നമ്മൾ പേസ്റ്റൽ കളർ യൂസ് ചെയ്യും, ജീന യൂസ് ചെയ്ത പോലെ അവർ പേസ്റ്റൽ യൂസ് ചെയ്യത്തില്ലായിരിക്കും. അവർക്ക് വിജയവാഡയിൽ പോയാൽ എല്ലാം അടിക്കുന്ന കളറായിരിക്കും ഇടുന്നത്. അപ്പോൾ നമ്മൾ പേസ്റ്റൽ കളർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വിൽക്കത്തില്ല. സോ അവർ തരുന്ന ഇൻപുട്സ് നമ്മൾ ഈ പെട്ടെന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ ഈ ഫ്രാഞ്ചൈസി തന്നെ പല കളർ മേടിച്ച് വെച്ചേക്കും. അത് പാടില്ല. ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ ദ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ്. യു കനോട്ട് ഡു എനിത്തിങ് അഗെയിൻസ്റ്റ് ദ ബ്രാൻഡ്, ബട്ട് യു ക്യാൻ ഓൾവേസ് സജസ്റ്റ് ടു ദ ബ്രാൻഡ് ആൻഡ് ദ ബ്രാൻഡ് ഷുഡ് ലിസൺ. ബ്രാൻഡ് ലിസൺ ചെയ്യണം. ഫ്രാഞ്ചൈസി പറയുന്നത് കസ്റ്റമർ വി ലിസൺ ടു ദ കസ്റ്റമർ, നോട്ട് ടു ദ ഫ്രാഞ്ചൈസി. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഫ്രാഞ്ചൈസി റിലേഷൻഷിപ്പിൽ ദ ഫ്രാഞ്ചൈസി ഈസ് എ കസ്റ്റമർ ടു യു. അതാരും സമ്മതിക്കത്തില്ല. ബിക്കോസ് അവർ പാർട്ട്ണറാന്ന് പറയും. പക്ഷെ അതല്ല. ഫസ്റ്റ് ഇസ് എ കസ്റ്റമർ. ഈസ് എ കസ്റ്റമർ ടു മീ. അവരോട് പല ഓണേഴ്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ പറയും, നോ ദ കസ്റ്റമർ ഇസ് മൈൻ എന്ന് പറയും. പക്ഷേ they forget this customer, main customer who has invested. അയാളില്ലെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു എന്താ പറയുന്നത്, ആ സർവീസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഈ ഫ്രാഞ്ചൈസി ഇടയ്ക്കെല്ലാം മറന്നിട്ട് ഞാൻ എൻ്റെ കസ്റ്റമറെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ പറഞ്ഞ് അനേക ബ്രാൻഡ്സ് ഇന്ന് താഴെ വീണിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, ചില ബ്രാൻഡ്സ് ഇങ്ങനെ തിങ്ക് ചെയ്ത് പല ബ്രാൻഡ്സ് ചത്തുപോയിട്ടുണ്ട്. ഞാൻ പറയും, ആസ് എ ഫ്രാഞ്ചൈസിങ് റൈറ്റ് വേ person, I will always say the franchisee is your first customer, then is your customer. We can debate, but I believe the franchisee is the customer because 40 lakhs, 1 crore, 2 crores invest ചെയ്ത ഒരാൾ നിങ്ങളുടെ കസ്റ്റമർ 200 റുപ്പീസിന് മേടിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും, അല്ലെങ്കിൽ 1200 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഓൺ കസ്റ്റമർ ഫ്രാഞ്ചൈസീനെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ എൻ്റെ കസ്റ്റമറെ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഫ്രാഞ്ചൈസി ശരിക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ എൻ്റെ കസ്റ്റമർ എവിടെ നിന്നാണ് വരുന്നത്? അതുകൊണ്ട് ഫ്രാഞ്ചൈസി ഈസ് യുവർ ഫസ്റ്റ് കസ്റ്റമർ. ഫ്രാഞ്ചൈസി ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഇതൊരു കരാറാണല്ലോ, അഗ്രിമെന്റ്. ആ എഗ്രിമെന്റ്
എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നിക്ഷേപകൻ, അതായത് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം? അവരെന്താ സപ്പോർട്ട് തരുന്നത് ഇതെല്ലാം അതിനകത്ത് എഴുതിയിരിക്കും. എഴുതിയില്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് അത് എഴുതിപ്പിക്കാനുള്ള മാർഗം നമ്മൾ നോക്കണം. ഈ വാക്കാൽ പറയുന്ന വാക്കാൽ പറയാൻ വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഈ അഗ്രിമെന്റിനെ ഒരു ലോയറിന്റെ കൂടെ എടുത്ത് വെറ്റ് ചെയ്യണം. നമുക്കറിയത്തില്ല ലോയുടെ സിസ്റ്റംസും ഇതും. അപ്പം നല്ലൊരു ലോയറിനെ വെച്ചിട്ട് വായിച്ചിട്ട് ഇത് സെറ്റാവത്തില്ല, ഇത് മാറ്റിത്തരും. മാറ്റിത്തരത്തില്ല പേര് മാറ്റിത്തരത്തില്ല. ബിക്കോസ് എല്ലാ ഫ്രാഞ്ചൈസി ഇതാ സൈൻ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് മാറ്റിത്തരത്തില്ല എന്ന് പറയും. അപ്പോഴാ ഈ ടസൽ വരുന്നത്. ഈ ബ്രാൻഡ് എടുക്കണോ വേണ്ടേ. പക്ഷെ ഇത് റേസ് ചെയ്ത് വിടുന്നതിൽ തെറ്റില്ല. നമ്മൾ ആദ്യമേ റേസ് ചെയ്തിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്ത് ഉള്ള ഇമെയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാളെ ഇഷ്യൂ വരുമ്പം ഇതിനെ നമ്മൾ റേസ് ചെയ്ത്, ഞാൻ അന്നേ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അഗ്രിമെന്റിൽ ഇത് ഇല്ല, ഞാൻ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഒരു ലീഗൽ ഇഷ്യൂ വരുമ്പം ഇതിനെ റേസ് ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷേ അവർ ചെയ്യുന്നതും അവർ പറയുന്നതും ടെറിട്ടറി റൈറ്റ്സ് കൊടുക്കുന്നതും സപ്പോർട്ട് സിസ്റ്റംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ലോജിസ്റ്റിക്സ് അയക്കുന്നത്, എപ്പോഴാണ് റിപ്ലേസ്മെന്റ് വരുന്നത്, പിന്നെ ട്രെയിനിങ് എത്ര പെട്ടെന്ന്, ഇതെല്ലാം അഗ്രിമെന്റ്സിൽ വരും. അതെല്ലാം നമ്മളൊരു ലോയറെ കൂടി വെറ്റ് ചെയ്തിട്ട് പിന്നെ സൈൻ ചെയ്താൽ നല്ലത്. വളർച്ചാ സാധ്യതയുള്ള അല്ലെങ്കിൽ നിക്ഷേപത്തിന് അനുയോജ്യമായ മേഖലകൾ ഏതൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? ഇപ്പം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹെൽത്ത് കെയറിൽ എനിത്തിങ് ടു ഡു വിത്ത് ഹെൽത്ത് കെയർ ആഫ്റ്റർ കോവിഡ് നല്ല ഒരു ഗ്രോത്താണ്. ഹോസ്പിറ്റൽസ് ഫ്രാഞ്ചൈസ് ചെയ്യാൻ തുടങ്ങി, പിന്നെ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ്, പിന്നെ ഫാർമസീസ് തുടങ്ങി, പിന്നെ അഡീഷണൽ ഇപ്പം എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ്ങും അതിന് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് എൽഡർ കെയർ, അവർ ജീരിയാട്രിക്സ് സീനിയർ സിറ്റിസന് വേണ്ടിയ ലോട്ട് ഓഫ് തിങ്സ്, സ്റ്റിക്കും ഇതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് അതൊരു ഗ്രോത്ത്. ബിക്കോസ് ഇന്ത്യസ് പോപ്പുലേഷൻ ഇസ് യങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് എൻ ഓൾഡർ പോപ്പുലേഷൻ ഓൾസോ. സോ ഹെൽത്ത് കെയറിൽ നല്ല ഒരു ബൂം ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ജിംസ് ആൻഡ് വെൽനെസ്, അതിനകത്ത് നല്ല ഒരു ഇതുണ്ട്. ഇപ്പം ആയുർവേദം ഇസ് ബിക്കമിങ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ ഗ്രോത്ത്. അത് ഇപ്പം ആയുർവേദ സെൻറ്റേഴ്സ് ആയിട്ട് ചില വലിയ ബ്രാൻഡ്സ് ഇപ്പം ഫ്രാഞ്ചൈസി ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക. പിന്നെ ബ്യൂട്ടിയിൽ തന്നെ പല സെഗ്മെൻറ്റ്, നെയിൽ ആർട്ട്, പിന്നെ ലാഷസ്, പിന്നെ ഫുഡ് മസാജസ്. അത് തനിയെ എന്ന് വെച്ചാൽ ഇതെല്ലാം പാർട്ട് ഓഫ് ബ്രാൻഡിന്റെ അകത്തുള്ളതല്ല, ഇപ്പം ചെറുതായിട്ട് വെളിയിൽ വരാൻ തുടങ്ങി. അപ്പം സ്കിന്ന്, മേക്കപ്പ്, സ്പെഷ്യലൈസ്ഡ്, ഇപ്പം കല്യാണത്തിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ബ്രൈഡൽ സെപ്പറേറ്റ് ആയി വരുന്നു. ബ്രാൻഡ് ഉള്ളവരെ ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ആരെങ്കിലും ഒരെണ്ണം ചെയ്യും. പിന്നെ ഫുഡ് ഇൻഡസ്ട്രി ഈസ് ഡൂയിങ് വെരി വെൽ. പിന്നെ പുതിയതായിട്ട് ചില മേഖലകൾ വന്നുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് പല ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഇന്ത്യക്ക് വരുന്നുണ്ട്. അതാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇന്റർനാഷണലി കാണുന്ന ചില ബ്രാൻഡ്സിനെ ഇന്ത്യക്ക് കൊണ്ടുവരാനുള്ള മാർഗമാണ്. അതൊരു വലിയൊരു ഇതായിട്ട് മാറി. മിനിമം എത്ര നിക്ഷേപമൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോ ഒരു ഫ്രാഞ്ചൈസിയൊക്കെ എടുക്കാൻ പറ്റും? അങ്ങനെ വല്ല ഇപ്പം 2 lakhs തൊട്ട് 1 crore 2 crores വരെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വലിയ ബിസിനസ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു 30 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ എഫേർട്ട് അവിടെ ഇടത്തുള്ളൂ. 2 ലക്ഷം രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിക്കും. അത് വലിയൊരു അത് 2 lakhs rupees ഒരു ചായ ഒരു 30 lakhs ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു അകത്തുള്ള ഒരു വെപ്രാളം കാണും. ഇതിന്റെ റീപേയ്മെന്റ് വരും, നമ്മൾ പേ ചെയ്യണം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഒരു 30 lakhs അബവ് ഇടുവാങ്ങി അവൻ സീരിയസ് ബിസിനസ്മാനാണ്. ഇല്ലെങ്കിൽ സീരിയസ് അല്ല, ചുമ്മാ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹോബി എന്ന് പറഞ്ഞ് പാർട്ട് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും ഓൺട്രപ്രണർ ആവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എല്ലാവരും ഇന്ന് ഇന്ത്യ മൊത്തം ഓൺട്രപ്രണേഴ്സ്, എല്ലാം സ്റ്റാർട്ടപ്പാണ്. പാതി സ്റ്റാർട്ടപ്പ് എവിടെ പോയെന്ന് ആർക്കറിയത്തില്ല. എനിക്കും വേണം. അതാ അവരുടെ ഇത്. സ്റ്റാർട്ടപ്പ് വേണം. 2-3 പേര് കൂടും,
സ്റ്റാർട്ടപ്പ് എന്ന് പറയും, കുറച്ച് നാൾ അതിൻ്റെ പുറകെ നടക്കും, പിന്നെ ഇത് പൊങ്ങത്തില്ലെന്ന് അറിയുമ്പോൾ അത് വിട്ടു ഓടും. സോ അതാ ഇപ്പോഴത്തെ ട്രെൻഡ് കാണുന്നത്. ബിക്കോസ് എല്ലാവരും ഈ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം, പക്ഷെ അതിന് ഒരു നല്ല മെൻറ്ററോ അവരുടെ കൂടെ വാക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഒരു 100-150 അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് സ്റ്റാർട്ടപ്സ് വരുന്നതിൽ വെരി ചുരുക്കം ഐറ്റംസേ വെളി വരുന്നുള്ളൂ. റിസർച്ചോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് നല്ല ഒരു രീതിയിൽ ഒരു പ്രോട്ടോടൈപ്പൊക്കെ ചെയ്ത് MVP നോക്കി വരുന്ന ചില പ്രോഡക്ട്സേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ ആ പാഷനായിട്ട് ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ചില VCs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പൊക്കി വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഓണേഴ്സിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അത്ര കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി രംഗത്ത് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ് രംഗത്ത് വിജയിക്കാൻ വേണ്ട ഒരു കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് മാർഗനിർദ്ദേശങ്ങളോ ഒന്ന് പറയാമോ? ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ ആദ്യം നോക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഏത് ഇൻഡസ്ട്രിയാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ആ ഇൻഡസ്ട്രിയിൽ 1, 2, 3, 4, 5 ബ്രാൻഡ്സ് ഏതാ, ഇത് എൻ്റെ സിറ്റിയിൽ വന്നോ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യണം. അതിൻ്റെ തേർഡ് വൺ, ഈസ് ദർ എ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രാക്കറ്റ് ദറ്റ് ഐ ഹാവ്. ഇല്ലെങ്കിൽ ഐ ക്യാൻ ടേക്ക് ഐ ക്യാൻ ടേക്ക് എ ലോൺ ഫ്രം സംബഡി. എൻ്റെ കുറച്ച് പൈസ ലോൺ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ കൊണ്ടുവരിക. പിന്നെ ഫോർത്ത് വൺ, കമ്മിറ്റഡ് ആയിട്ട് ഇതിനെ സക്സസ് ആക്കി മാറ്റണം. ട്രയലായിട്ട് പോകരുത്. ഇത്രയും. പിന്നെ അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഏത് ബ്രാൻഡ് എടുക്കുന്നോ അതിനെ ഫുള്ളായിട്ട് അഴിച്ചു പണിയുക. ഇൻ ദ മീൻ അത്രയ്ക്ക് ഡെപ്തിൽ പോയി പഠിക്കുക. അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തു തരുന്നത്, അവരെങ്ങനെ ഫ്യൂച്ചറിൽ അവർ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരുമോ ഇല്ലെങ്കിൽ ഇവർക്ക് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രാഞ്ചൈസി സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കും. താങ്കളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഫ്രാഞ്ചൈസിങ് റൈറ്റ് വേ. എൻ്റെ ഈ റൈറ്റ് വേ എന്നുള്ള വാക്കിന് ഇന്നത്തെ എന്താ വല്ല മോശം വേ ഉണ്ട് അല്ലെങ്കിൽ റോങ് വേ ഉണ്ട്? നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ മേഖലയിൽ 35 years ഞാൻ ഒരു 2000 ഞാൻ ഒരു ഓർഗനൈസേഷൻ 1999 ഇന്ത്യയിൽ ഒരു വലിയ ഓർഗനൈസേഷൻ വന്നായിരുന്നു. ഇപ്പോഴും ഉണ്ട് അവർ ഈ ഫ്രാഞ്ചൈസി മേഖല വലിയ ആൾക്കാർ. അവരുടെ എക്സിബിഷൻ എല്ലാം ഞാൻ പോയി കാണുമ്പോൾ ഫസ്റ്റ് ഇയറിൽ കണ്ടത് സെക്കൻഡ് ഇയറിൽ കാണത്തില്ല. ഇത് എന്താടാ ഇത് ഇങ്ങനെ ഓരോരോ വർഷവും പുതിയ ആൾക്കാർ വരുന്നു. നല്ലതാ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കും, അന്ന് എടാ നീ ഇതല്ലേ വിറ്റുകൊണ്ടിരുന്നത്, ഇപ്പൊ നീ ഇതിന് ഞാൻ ഒരേ ബ്രാൻഡിൽ പല വർഷം വർക്ക് ചെയ്യും. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ, സാറേ അത് പൊട്ടിപ്പോയി, അതുകൊണ്ട് ഞാൻ വേറെ ഇതിനകത്ത് പോയി. അപ്പൊ എൻ്റെ മൈൻഡിൽ ഏതാണ്ട് തെറ്റ് നടക്കും. സംതിങ് ഈസ് റോങ്. എത്തിക്കലി ദർ ഇസ് സംതിങ് റോങ്. ഐ ഹാവ് വർക്ക് ഫോർ ഗുഡ് ബ്രാൻഡ്സ്. ഞാൻ മോശമായ ബ്രാൻഡ്സ് വർക്ക് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്കത് റെസനേറ്റ് ആവണം, എൻ്റെ എത്തിക്സിന് റെസനേറ്റ് ആവണം. ഞാൻ ഈ ഫ്രാഞ്ചൈസി കൊടുത്താൽ ആ ഫ്രാഞ്ചൈസി സക്സസ്ഫുൾ ആകണം എന്നുള്ള ഒരു മനസ്സുണ്ട്. ഫ്രാഞ്ചൈസിയുടെ വർഷം അല്ലെങ്കിൽ ആ ബ്രാൻഡ് എത്ര കാലം നിൽക്കണമെന്നുള്ള വർഷമൊക്കെ നോക്കണം. അപ്പം ഞാൻ നോക്കിയിട്ടേ താങ്കൾ നിൽക്കാറുള്ളൂ. ബിക്കോസ് അതിന്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ആരാ ഓടിക്കുന്നത്, അവർക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാഷൻ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത കാറ്റ് സെന്റർ ബ്രാൻഡ് ഒരു 30 years ഉള്ള ബ്രാൻഡാണ്. ഇന്നതിന്റെ കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങണം. ആ ടൈമിൽ നമ്മൾക്ക് അതും ഒരു ഗെയിമാണ്. ഫ്രാഞ്ചൈസി എടുത്തു, പക്ഷെ ഇപ്പം ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ഇതാ ബേസിക് നീഡ്സ്. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും. ബാക്കിയെല്ലാം എക്സാക്ട്ലി അത് നോക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് കിടന്ന് കളിക്കുവാണെങ്കിൽ സേഫാണ്. ബിക്കോസ് എല്ലാവർക്കും ഫുഡ് വേണം, എല്ലാവർക്കും ഷെൽട്ടർ വേണം, എല്ലാവർക്കും ക്ലോത്തിങ് വേണം. അപ്പോൾ ഇതിനകത്ത് കിടന്ന് കളിക്കുന്ന നല്ല ബ്രാൻഡ്സ് രക്ഷപ്പെടും.
നമ്മൾ ഈ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രെൻഡ് മാറും. ഇപ്പോൾ IT കഴിഞ്ഞു, കുറച്ച് നാൾ CAD ഓടി, ഇപ്പോൾ CAD ഇല്ല. പക്ഷെ ആ ബ്രാൻഡ് എന്ന് പറയുമ്പം ഇന്നും ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റോഴ്സ് കുറഞ്ഞു, പക്ഷേ നല്ല ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ചെയ്യുന്നവർ ഒരു ക്ലാസ് കാണും. അപ്പോൾ അതേപോലെ ഞാൻ ഗ്രീൻ ട്രെൻഡ്സിൽ വർക്ക് ചെയ്തു. കെവിൻ കെയറിൻ്റെ ഒരു ബ്രാൻഡാണ്, അതൊരു ക്ലാസ് ബ്രാൻഡാണ്. ഇന്നും അവരൊരു 480 സ്റ്റോഴ്സ് അവരുടെ കയ്യിലുണ്ട്. നാച്ചുറൽസ് വർക്ക് ചെയ്തു, 800 സ്റ്റോഴ്സ്. ഞാൻ ഇൻ്റർനാഷണൽ ഹെഡായിരുന്നു നാച്ചുറൽസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ. ഇതെല്ലാം ചെയ്ത് വരുമ്പം ഇപ്പം ഏതൊക്കെയുണ്ട്? ഇപ്പൊ ഞാനൊരു കൺസൾട്ടൻ്റായി മാറി. പല ബ്രാൻഡ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ബ്ലോസം, ഇവിടുത്തെ കേരളത്തിലുള്ള ബ്ലോസം, കോട്ടക്കൽ ആയുർവേദശാല. പിന്നെ ഹെയർ സ്കൾച്ചർ, ഒരു പുതിയ ബ്രാൻഡ്, നല്ല ബ്യൂട്ടിഫുൾ ബ്രാൻഡ്, 14 വർഷമുള്ള ഒരു ബ്രാൻഡാണ് ഹെയർ സ്കൾച്ചർ. ഇപ്പോൾ ഞങ്ങളത് ഫ്രാഞ്ചൈസ് ചെയ്യുക, അത് ചെയ്യാനായിട്ട് റെഡിയായി. മഫിൻ ഹൗസ് വന്നിട്ടുണ്ട്, ഗോൾഡ്, പിന്നെ ഡയമണ്ട് ഫ്രാഞ്ചൈസിങ് വന്നിട്ടുണ്ട്. സോ അല്ല, കേരളത്തിൽ ഇപ്പം ഞാൻ ഈവൻ ദോ ഐ എം ഫ്രം ചെന്നൈ, ബട്ട് ഇവിടെ എനിക്ക് നല്ലൊരു മാർക്കറ്റ് ധനത്തിന് വന്നത് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ബിസിനസ്സുകാര് കൂടുതലായിട്ട് ഇങ്ങനെ എക്സാക്ട്ലി, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ എന്ന് വെച്ചാൽ ഐ വിൽ ടെൽ യു, ഐ എം ഫ്രം ചെന്നൈ. ചെന്നൈ കടല, വലിയ കടലിനകത്ത് കടന്ന് നീന്തണം. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല. ഡിസ്ട്രിക്ട് വൈഡ് അടിക്കാം. നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റിൽ വലിയതാണെങ്കിൽ നമ്മൾ ആ ഡിസ്ട്രിക്ട് നമുക്ക് പിടിച്ചെടുക്കാം. അത് മാത്രമല്ല, മലയാളീസിൻ്റെ ഒരു ബ്രാൻഡിങ് സെൻസ് വേറെയാണ്. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തരുമെന്നാണ് ഞാൻ ഇങ്ങനെ നോക്കി ഏതാ പുതിയ ബ്രാൻഡ് വന്നിട്ടുള്ളത്. ബിക്കോസ് ബ്രാൻഡിങ് സെൻസും ബ്രാൻഡിങ് കളേഴ്സ്, ബ്രാൻഡിങ്ങിൻ്റെ ഐ മീൻ ഇൻ ഇന്ത്യ കേരള ഈസ് ദ ബെസ്റ്റ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. എൻ്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു, ആന്ധ്രാന്ന് ഞാൻ 2 പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരും ഇറങ്ങി വന്ന ഉടനെ ചോദിച്ചത്, സാറേ വൈ ഈസ് ദ സ്റ്റേറ്റ് സോ ബ്യൂട്ടിഫുള്ളി ലിറ്റ്? നമ്മുടെ അവിടെയൊക്കെ ഒരു ബ്രാൻഡ് വെക്കാൻ പറഞ്ഞാൽ അവൻ എന്താ ഒരു ഫ്ലെക്സിൽ വെച്ചിട്ട് വലിച്ചു കെട്ടി വയ്ക്കും. പക്ഷെ ഇവിടുത്തെ ബ്രാൻഡിങ് കോൺസെപ്റ്റ്, ദ റീസൺ ഇസ് നമ്മുടെ ആൾക്കാരെല്ലാവരും വെളിയിൽ വർക്ക് ചെയ്ത് വന്ന് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ഒരു ആൾക്കാരായതുകൊണ്ട് ബ്രാൻഡ്സിൽ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാർ. അതാ അങ്ങനത്തെ നല്ല ബ്രാൻഡ് ഉണ്ടാക്കാനായിട്ട് കേരളത്തിൽ പറ്റും. ബിക്കോസ് ആ സെൻസ്, ആ ഇൻറ്റീരിയർ ഡിസൈനിൽ ഒരു വലിയ മാറ്റങ്ങൾ കണ്ടുവാണെങ്കിൽ എല്ലാവരും കോൺസെപ്റ്റ്സ്. ഞാൻ മഫിൻ ഹൗസ് പോയി കാണുമ്പം അതിൻ്റെ ആ ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയേഴ്സ് കണ്ടപ്പോഴേ ഇത് എനിക്ക് വേണം എന്നുള്ള ഞാനൊരു മഫിൻ ഹൗസിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ ഹെയർ സ്കൾച്ചറിൻ്റെ ഓണറാണ്. ഹെയർ സ്കൾച്ചർ ഇപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് എടുത്ത് അത് റീവാമ്പ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് യൂണിസെക്സിൻ്റെ ഹെയർ ടോപ്പിങ്സും ക്ലിപ്പിങ്സും ചെയ്യാനുള്ള ഒരു യൂണിസെക്സിൻ്റെ ചെയ്യാൻ പോവുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രാൻഡ്. അതിൻ്റെ ലോഗോ ക്രിയേഷൻ എല്ലാം വി റീവാമ്പ് എൻറ്റയർ തിങ്. ഇപ്പോൾ അത് റെഡി ടു ബി ലോഞ്ച്ഡ്. ഫസ്റ്റ് സ്റ്റോർ കാലിക്കറ്റിലിടും. സോ ഇതെന്താ ഞാൻ പറയാം, ഇപ്പം ജിന ചോദിച്ച പോലെ കേരളത്തിലൊരു ഫിനിഷ് ഉണ്ട്, ഒരു ക്ലാസ്. എന്ത് ചെയ്താലും ഞാൻ ക്ലാസ് ആയിട്ട് ചെയ്യും. അത് ജയിക്കുന്നോ ഇല്ലയോ എനിക്കറിയത്തില്ല, പക്ഷെ അത് ചെയ്യും. ഞാനത് ലെവലിലേ ചെയ്യത്തുള്ളൂ. പിന്നെ ഓടിക്കാറില്ലെങ്കിൽ പൊട്ടും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ ആൾക്കാർ. അതൊരു റിസ്ക് എടുത്ത് ചെയ്യും. ആ റിസ്ക് എടുത്ത് ചെയ്യുന്നത് ക്ലാസ് ആയിട്ട് ചെയ്യും. അതിനെ ബ്രാൻഡ് ചെയ്ത് ഫ്രാഞ്ചൈസിങ് ചെയ്യുമ്പം, സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്യുമ്പം ഈ ബ്രാൻഡ് ഇന്റർനാഷണലി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്വന്തം നാടാ ദുബായ്, അവിടേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ എത്രയോ ബ്രാൻഡ്സ്, സൽക്കാര, പിന്നെ നമ്മുടെ പാരഗൺ, ഇതൊക്കെ അടിപൊളിയായിട്ട് ഓടുന്നതാണ്. സോ നമുക്കൊരു ഇതുണ്ട്, നമുക്ക് സെയിൽസും മാർക്കറ്റിങ്ങിലും നമ്മുടെ ആൾക്കാർ വിദ്വാൻമാരാണ്. അപ്പം നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കി വരുന്നത് മലയാളി ബ്രാൻഡ്സ് സ്ലോലി ഇൻ്റർനാഷണലായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് തയ്യാറായി വരുന്ന സമയമാണ്. പക്ഷെ അതിന് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, സെയിൽസ്, ഇതിനെല്ലാം ഒരു SOPs, ക്രിയേഷൻസ്, ഇതെല്ലാം നല്ല ലെവലിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ബ്രാൻഡ്സ് കേരളത്തിൽ നിന്ന് വരും. അതുകൊണ്ടാണ്
ഫ്രാഞ്ചൈസിങ് റൈറ്റ് വേ എന്ന് പേര് വെച്ചത്. അപ്പോൾ ഈ സംരംഭകർക്കുള്ള സംശയങ്ങൾ ഡോക്ടർ ചാക്കോച്ചൻ മത്തായി തന്നതായിട്ടാണ് വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, സംരംഭകർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റായോ ചോദിക്കാം, നമുക്കതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും.